സ്കൂളിന്റെ ഫ്യൂസ് ഊരി. 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഫ്യൂസാണ് കുടിശ്ശികയെ തുടർന്ന് KCB ഊരിമാറ്റിയത്. 4 മാസത്തെ കുടിശ്ശികയായി 53,000 രൂപ അടയ്ക്കാനുണ്ടെന്ന് KCB പറയുന്നു. നേരത്തെ 40,000 രൂപയുടെ കുടിശ്ശിക പുതിയ ഹെഡ്മിസ്ട്രസ് അടച്ചിരുന്നു. സ്കൂളിന്റെ ബില്ലടച്ചിരുന്നത് ജില്ലാ പഞ്ചായത്തായിരുന്നു. വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ നൽകും. ഇക്ബാൽ, എന്താണ് സംഭവിച്ചത്? നികേഷ്, പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്നതാണ് അട്ടപ്പാടി അഗളിയിലെ ഈ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം ആദിവാസി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 2500-ലധികം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കൃത്യമായി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് KCB എത്തി സ്കൂളിലെ ഫ്യൂസ് ഊരി പോയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏകദേശം 53,000 രൂപ ഈ കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കാനുണ്ട് എന്നാണ് KCB അധികൃതർ പറയുന്നത്. നേരത്തെ 40,000 രൂപയ്ക്ക് മുകളിൽ ഈ കുടിശ്ശിക ഉണ്ടായിരുന്നു. അന്ന് പുതിയതായി സ്കൂളിലേക്ക് എത്തിയ പ്രിൻസിപ്പാളായിരുന്നു തൻ്റെ ശമ്പളത്തിൽ നിന്ന് ഈ തുക അടച്ചത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ 4 മാസമായി വീണ്ടും ഇത്തരത്തിൽ വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക ഉണ്ടായത്. കൃത്യമായി ഈ കാര്യം ജില്ലാ പഞ്ചായത്തിലേക്ക് സ്കൂൾ അധികൃതർ അറിയിച്ചു. പക്ഷേ കൃത്യമായ ഒരു നടപടി ഉണ്ടാവാത്തതിനാലാണ് ഇപ്പോൾ KCB അധികൃതർ ഇന്ന് രാവിലെയോടുകൂടി സ്കൂളിലേക്ക് എത്തി ഈ ഫ്യൂസ് ഊരി മാറ്റിയിട്ടുള്ളത്. നിലവിൽ സ്കൂളിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെല്ലാം വല്ലാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ലാസുകൾ മുഴുവൻ ഇരുട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഈ തുക അടച്ചുകൊണ്ട് ഫ്യൂസ് തങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വൈദ്യുതി ബന്ധം തിരികെ പുനഃസ്ഥാപിച്ച് നൽകണമെന്നാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ഇതിനായുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നും സ്കൂൾ അധികാരികൾ പറയുന്നുണ്ട്. ഏകദേശം 53,000 രൂപയാണ് ഈ വൈദ്യുതി ബില്ലിൽ കുടിശ്ശികയുള്ളത്. ഇതാണ് എത്രയും പെട്ടെന്ന് ഇനി അടയ്ക്കേണ്ടത്. കഴിഞ്ഞ തവണയെല്ലാം ഇത്തരത്തിലൊരു കുടിശ്ശിക വന്ന സമയത്ത് ചില ധാരണകൾ പ്രകാരം KCB വൈദ്യുതി നൽകിയിരുന്നു. ഇത്തരത്തിലൊരു ധാരണ ഉടൻ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇന്ന് ക്ലാസുകൾ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ അട്ടപ്പാടി അഗളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർണ്ണമായും ഇരുട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നികേഷ് കുമാർ ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇക്ബാൽ അറക്കൽ.